നമ്മുടെ നോളജ് ലെവലിൽ വരുന്ന 3 മേജർ ചേഞ്ചസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മുടെ പേപ്പർ BT. ഇത് ഇനി ഒരു ACCA എക്സാം പേപ്പർ അല്ല. അതിന്റെ പകരം നമ്മൾ സ്കിൽ ലെവലിലുള്ള ലോ പേപ്പർ ആണ് നമ്മൾ എക്സാം എഴുതേണ്ടി വരിക. ലോ പേപ്പറിൽ എക്സാം ഫോർമാറ്റിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി MTQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അതിന്റെ പകരം ഫുൾ 100 മാർക്സിന് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് OTQ. സെക്കൻഡ് ചേഞ്ച് ഇസ് പേപ്പർ MA മാനേജ്മെന്റ് അക്കൗണ്ടിങ്. സോ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എക്സാം ഫോർമാറ്റിനകത്തൊന്നും ചേഞ്ചസ് ഇല്ല. പക്ഷേ നമ്മുടെ സിലബസിൽ ചെറിയൊരു അഡീഷൻ ഉണ്ട്. ദാറ്റ് ഈസ് നമ്മൾ PM പേപ്പറിൽ പഠിച്ചിരുന്ന ഡെസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ഇനി നമ്മൾ MAയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ സിലബസിലാണ് നമ്മൾ റെലവൻറ്റ് കോസ്റ്റിംഗ്, ലിമിറ്റിംഗ് ഫാക്ടർ അനാലിസിസ്, CVP അനാലിസിസ് ഇതൊക്കെ പഠിക്കുക. അതുപോലെ ഒരു ടോപ്പിക് നമ്മുടെ സിലബസിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പെർഫോമൻസ് മെഷർമെന്റ്. ഇതിനകത്താണ് നമ്മൾ റേഷ്യോസ്, ബാലൻസ് സ്കോർ കാർഡ്, ബെഞ്ച് മാർക്കിംഗ് ഇതൊക്കെ നമ്മൾ പഠിക്കാം. സോ ഇത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ തേർഡ് ചേഞ്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ FAയിലാണ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എക്സാം ഫോർമാറ്റിനകത്ത് ഒരു ചേഞ്ചും ഇല്ല. പക്ഷേ സിലബസിനകത്ത് പാർട്ട്ണർഷിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് കോസ്റ്റ് കാൽക്കുലേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയും ചേഞ്ചസ് ആണ് നോളജ് ലെവലിൽ ACCA പേപ്പേഴ്സിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നോളജ് ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണം. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ്. സോ ഇതിനൊരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേസിക്കലി ജോബ് റെഡി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മൊഡ്യൂൾസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. സോ ബിസിനസ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, IT സ്കിൽസ് ഇതൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. സോ ഇതുകൂടെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ ദ ചേഞ്ചസ് ടു നോളജ് ലെവൽ. അപ്പാർട്ട് ഫ്രം ദിസ് വേറെ സിലബസിനകത്തോ എക്സാം ഫോർമാറ്റിനകത്തോ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല.